കഥയുടെ തുടക്കത്തിൽ തന്നെ ചെന്നൈയിലെ ഒരു അമ്പലത്തിൽ നിന്നും വിഗ്രഹം മോഷ്ടിച്ച ശേഷം ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം വെച്ചിട്ട് പോയിരിക്കുകയാണ് കള്ളന്മാർ. എന്നാൽ അത് കണ്ടുപിടിച്ച പോലീസുകാരോട് മേലുദ്യോഗസ്ഥൻ വന്ന് പറയും, കൂടുതലൊന്നും അന്വേഷിക്കേണ്ട, FIR അങ്ങ് ക്ലോസ് ചെയ്തേക്കാൻ. എന്നാൽ ഇതേ സമയം വർമ്മൻ താൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന വിഗ്രഹങ്ങൾ തന്റെ കൂട്ടത്തിലുള്ള ഏതോ ഒരുത്തൻ മറിച്ചു വിറ്റുവെന്നും പറഞ്ഞ് 3 പേരെ പിടിച്ച് തല കീഴായി കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ആ തല കീഴായി കെട്ടിയിട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലെ ഒരുത്തൻ പറയും, കൂട്ടത്തിലുള്ളവരെ തന്നെ നീ ഇങ്ങനെ കൊല്ലുകയാണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന വർമ്മൻ അവിടെ ഇരുന്ന ഹാമർ എടുത്ത് അവന്റെ മുഖം തല്ലിപ്പൊളിച്ച് കൊല്ലും. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്നവൻ അപ്പോൾ വർമ്മനോട് പറയും, നിന്റെ കൂടെയുള്ള ഈ സൈക്കോ ഫ്രണ്ടിലെ ഇവനായിരിക്കും ചിലപ്പോൾ നിന്നെ ഒറ്റിയതെന്ന്. അപ്പോഴാ സൈക്കോ വർമ്മനോട് വന്ന് പറയും, നിനക്ക് എന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ തല അടിച്ച് പൊളിച്ചോളാം, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ മരിച്ചോളാമെന്ന് പറഞ്ഞ് അവിടെയുള്ള കിണറ്റിലേക്ക് എടുത്ത് അവൻ ചാടും. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ അവനെ രക്ഷിക്കും. വർമ്മന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ആ സൈക്കോ. എന്നിട്ട് ബാക്കിയുള്ള 2 പേരെ ആസിഡ് അടിച്ച വലിയ ബാരലിലേക്ക് മുക്കിക്കൊല്ലും. എന്നാൽ ചെന്നൈയിലെ മറ്റൊരിടത്ത് ഋതു എന്ന് പേരുള്ളൊരു കുട്ടി അപ്പൂപ്പൻ ഇന്ന് എന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ടും വന്നില്ല എന്ന് അവന്റെ അമ്മമ്മയോട് പരാതി പറയും. അപ്പോൾ ഋതുവിന്റെ അമ്മ അവനോട് പറയും, അപ്പൂപ്പൻ പ്രാർത്ഥിക്കുകയാണ് എന്ന്. അപ്പോഴേക്കും നമ്മുടെ തലവരുടെ ഭാര്യ വന്ന് അവരോട് പറയും, നിങ്ങൾ എത്ര നേരമായി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ തിരക്കി ഋതു വീട്ടിന്റെ മുറ്റത്ത് വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറയും. ഇന്ന് നമുക്ക് നിന്റെ ചാനലിൽ നീ കൃഷി ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നും പറഞ്ഞ് ഋതുവിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലവർ. അപ്പോൾ ഗേറ്റിന് പുറത്തു നിന്ന് ഒരുത്തൻ തലവരെ അങ്ങോട്ടേക്ക് വിളിക്കും. അപ്പോഴേക്കും ഋതു പറയും, മുത്തച്ഛനെയാണ് അയാൾ വിളിക്കുന്നതെന്ന്. തലവർ എന്താ കാര്യമെന്നും ചോദിച്ച് അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മര്യാദയ്ക്ക് എന്റെ കൂടെ വരണമെന്നും പറഞ്ഞ് തോക്കെടുത്ത് കാണിക്കും. ഓക്കെ ഞാൻ വന്നേക്കാമെന്നും പറഞ്ഞ് തലവർ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവന്റെ കൂടെ പോകും. എന്നാൽ ഇതേ സമയം ACP അർജുൻ മോഷണം പോകുന്ന വിഗ്രഹങ്ങളെ കുറിച്ച് അന്വേഷിച്ച് ഒരു ഗ്യാങ്സ്റ്ററുടെ അടുത്തേക്ക് വരും. മര്യാദയ്ക്ക് നിന്റെയൊക്കെ ഹെഡ് ആരാണെന്ന് പറയുന്നതാണ് നല്ലതെന്ന് ACP അവനോട് പറയും. എന്നാൽ നിന്റെ അച്ഛനെ ഞാൻ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഫോൺ വിളിച്ച് തരാമെന്നും പറഞ്ഞു. അവൻ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത് തലവറാണ്. നിന്റെ ആളുകളെല്ലാം ഞാൻ അടിച്ച് സെറ്റാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയും. ഇത് കേട്ട് പേടിച്ച ആ ഗ്യാങ്സ്റ്റർ അർജുനോട്, സാർ എനിക്ക് ആ വിഗ്രഹമോഷണവുമായി യാതൊരു പങ്കില്ലെന്ന് പറയും. അർജുൻ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് നല്ലതുപോലെ ഇടിച്ചു പിഴിയും. അങ്ങനെ അന്നു രാത്രി അർജുനോടൊപ്പം വീട്ടിലേക്ക് വരുന്ന വനിതാ SI, അർജുൻ സാർ വളരെ ഡേഞ്ചറസ് ആയ കേസാണ് ഹാൻഡിൽ ചെയ്യുന്നത്, സാർ ഒന്ന് ശ്രദ്ധിക്കാൻ പറയണമെന്ന് തലവരോട് SI ലേഡി പറയും. അങ്ങനെ തന്റെ മകനായ അർജുൻ വീട്ടിലേക്ക് വരുമ്പോൾ തലവർ അവനോട് പറയും, ഇത്രയും ഡേഞ്ചറസ് ആയ കേസ് അന്വേഷിക്കണോ, വല്ല സാധാ കേസും അന്വേഷിച്ചാൽ പോരെ എന്ന്. എന്നാൽ അപ്പ സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ അമ്മ പറയുന്നത് കേൾക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അർജുൻ അകത്തേക്ക് പോകും. തന്റെ മകൻ നല്ലൊരു പോലീസ് ഓഫീസറാണെന്ന് ഓർത്ത് തലവർക്ക് സന്തോഷമാകും. അങ്ങനെ തന്റെ മകനോടൊപ്പവും പേരക്കുട്ടിയോടൊപ്പം വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് തലവർ. അങ്ങനെ ഒരിക്കൽ തലവർ മാർക്കറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു കാറ് തലവരെ ഇടിക്കാനായി വരും. തലവർ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. എന്നാൽ ആ കാർ ഓടിച്ചിരുന്ന ധൻരാജ് എന്താ പേടിച്ചു പോയോ? ധൻരാജ് ആളൊരു കോമഡി പീസാണ്. എന്നിട്ട് തലവരുടെ കയ്യിൽ നിന്നും ഒരു തക്കാളി മേടിച്ച് കഴിക്കും. തിരികെ വീട്ടിലെത്തിയ തലവർ തന്റെ മകൻ അർജുൻ വളരെ ലേറ്റ് ആയിട്ടും വീട്ടിലെത്താത്തത് കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ സാർ നേരത്തെ തന്നെ പോയിരുന്നു എന്ന് പറയും. അങ്ങനെ 2 ദിവസമായിട്ടും അർജുനെ കാണാത്തത് കൊണ്ട് തലവർ DGPയെ പോയി കാണും. എന്നാൽ അപ്പോഴേക്കും ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്ന് പറയും, ആ വിഗ്രഹമോഷണ കേസ് അന്വേഷിച്ചപ്പോൾ മുതൽ സാറ് വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു, ചിലപ്പോൾ സൂസൈഡ് ചെയ്തതായിരിക്കുമെന്ന് പറയും. നിങ്ങൾ എന്തൊക്കെയായി ഈ പറയുന്നതെന്ന് പറഞ്ഞ് തലവർ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരും. അവിടെ നിന്ന് നേരെ തലവർ അർജുൻ വിഗ്രഹമോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതിയുടെ വീട്ടിലേക്ക് പോകും. അവൻ പറയും, നിങ്ങളുടെ മോനാണ് അടിച്ച് എന്നെ ഈ പരുവത്തിലാക്കി, എനിക്ക് നൈറ്റ് എന്റെ മല്ലികയുമായി ഒരു മീറ്റിംഗ് ഉണ്ട്, എന്റെ മൂഡ് കളയാതെ ഇവിടെ നിന്ന് പോകാൻ തലവരോട് പറയും. ഇവിടെ നിന്ന് തലവർ വീട്ടിലേക്ക് വരുമ്പോൾ അർജുൻ കാണാതായത് അന്വേഷിച്ച് പോലീസ് അർജുന്റെ വൈഫിന്റെ മൊഴിയും അമ്മയുടെ മൊഴി എടുക്കാനും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ആ ലേഡി കോൺസ്റ്റബിൾ തലവരോട് പറയും, ആ വിഗ്രഹമോഷണ കേസിലെ പ്രതി അർജുൻ സാറിനെ കൊന്നതായിരിക്കും, അവൻ ഇതിനു മുൻപും ഒരുപാട് പോലീസുകാരെ കൊന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ തലവരുടെ കണ്ണ് നിറയും. തലവരുടെ കണ്ണ് നിറയുമ്പോൾ അർജുൻ മരിച്ചു എന്ന് അർജുന്റെ വൈഫിനും തലവരുടെ ഭാര്യയ്ക്കും മനസ്സിലാകും. അവർ 2 പേരും അത് കണ്ട് പൊട്ടിക്കരയും. അടുത്ത ദിവസം തലവർ വൈഫിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയും, നിങ്ങളെ കാരണമാണ് എന്റെ മകൻ മരിച്ചത്, സത്യസന്ധമായി ഡ്യൂട്ടി ചെയ്യണമെന്നല്ലേ നിങ്ങൾ അവനെ പഠിപ്പിച്ചത്, ഒരു പക്ഷേ അവൻ ഡ്യൂട്ടി നേരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഇപ്പോഴും എന്റെ മകൻ ജീവനോടെ ഉണ്ടായേനെ എന്ന് കരഞ്ഞുകൊണ്ട് വൈഫ് തലവരോട് പറയും. ഇത് കേട്ട് വിഷമം തോന്നിയ തലവർ രാത്രി ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിച്ച ശേഷം നന്നായി വെൽ ഡ്രസ്ഡ് ചെയ്ത ശേഷം റോഡിലൂടെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോഴേക്കും ധൻരാജ് അതിലേ വരും. ധൻരാജ് നല്ല സ്പീഡിൽ വന്ന് തലവരുടെ അടുത്ത് ചെന്ന് ബ്രേക്ക് പിടിക്കും. അതിനുശേഷം ഈ രാത്രി എങ്ങോട്ടാണ് ഓൾഡ് മാൻ ഡ്രസ്സൊക്കെ ചെയ്ത് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ മല്ലികയെ കാണാൻ പോവുകയാണ് എന്ന് തലവർ പറയുമ്പോൾ ധൻരാജ് തലവരോട് വണ്ടിയിൽ കയറാൻ പറയും. നിങ്ങൾ ആള് കൊല്ലാമല്ലോ, ഈ രാത്രി മല്ലികയെ കാണാൻ പോവുകയാണല്ലേ, മല്ലികയുടെ റേറ്റ് എത്രയാ എന്നൊക്കെ ധൻരാജ് തലവരോട് ചോദിക്കും. എന്നാൽ തലവർ മല്ലികയെ കാണാനല്ലായിരുന്നു വന്നത്, ആ വിഗ്രഹ കേസ് പ്രതിയെ കൊല്ലാനാണ് വന്നത്. തലവർ തിരിച്ചു വരുന്നതും കാത്തു നിൽക്കുകയാണ് ധൻരാജ്. തിരിച്ചു വരുന്ന തലവരോട് നന്നായി എൻജോയ് ചെയ്ത ഓൾഡ് മാൻ എന്നവൻ ചോദിക്കും. എന്നാൽ തലവരുടെ കയ്യിലിരിക്കുന്ന ചാക്ക് കണ്ട് അവൻ ചോദിക്കും, ഇതിനകത്ത് എന്താണെന്ന്, ഇത് കുറച്ച് വേസ്റ്റ്
വേസ്റ്റ് ആണ്, അത് നമുക്ക് പോകുന്ന വഴിക്ക് കളയാമെന്ന് തലൈവർ ധൻരാജിനോട് പറയും. അങ്ങനെ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് എത്തുമ്പോൾ ആ വേസ്റ്റ് ചാക്ക് അവർ താഴേക്ക് എടുത്തെറിയും. അങ്ങനെ ആ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് തിരികെ കാറിൽ കയറി കാർ സ്റ്റാർട്ടാക്കുമ്പോഴാണ് ധൻരാജ് തന്റെ കയ്യിൽ ബ്ലഡ് പറ്റിയിരിക്കുന്നത് കാണും. പേടിച്ച ധൻരാജ് ആ ചാക്കിൽ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചെറിയ ഡെഡ് ബോഡി ആണെന്ന് തലൈവർ പറയും. ഞാനത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാലോ എന്ന് ധൻരാജ് ചോദിക്കുമ്പോൾ നീ എന്നെ കൊണ്ട് കൊല്ലിപ്പിച്ചതാണ് ആ കൊലപാതകം എന്ന് ഞാൻ പറയും, അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് തലൈവർ ധൻരാജിനോട് പറയും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തലൈവർ തന്റെ കൊച്ചുമകനെയും കൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവൻ ഐസ്ക്രീം വേണമെന്ന് പറയും. അങ്ങനെ തലൈവർ അവന് ഐസ്ക്രീം വാങ്ങി കൊടുക്കാനായി ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ആട്ടോയിൽ ഒരുത്തൻ തലൈവരുടെ കൊച്ചുമകനെ കൊല്ലാനായി വരും. ജസ്റ്റ് മിസ്സിന് തലൈവർ അവനെ രക്ഷിക്കും. എന്നാൽ അപ്പോഴേക്കും വർമ്മൻ തലൈവരെ വിളിച്ച് നീ എന്റെ ആളെ കൊന്നില്ലേ, അതിന് പകരമായി നിന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയായി ഞാൻ കൊല്ലും, അവസാനം നിന്നെയും കൊല്ലും. ഇത് പറഞ്ഞ് വർമ്മൻ കോൾ കട്ട് ചെയ്യും. വീട്ടിലെത്തിയ തലൈവർ വർമ്മനെ വിളിച്ച ശേഷം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, എന്റെ മകനെ കൊന്നതിന് പകരം ഞാൻ അവനെ കൊന്നു, അതുകൊണ്ട് എന്റെ ഫാമിലിയെ വെറുതെ വിടണമെന്ന് പറയും. എന്നാൽ വർമ്മൻ അതൊന്നും മൈൻഡ് ആക്കില്ല. തന്റെ ഫാമിലിയെ അവർ കൊന്നുകളയുമോ എന്നൊക്കെ ഓർത്ത് ടെൻഷനായ തലൈവർ അടുത്തുള്ള ബാറിലേക്ക് പോകും. അങ്ങനെ ബാറിൽ കയറി മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ കൊച്ചുമകനെ കൊല്ലാനായി വന്ന ആ ബാറിലേക്ക് വരും. അതിനുശേഷം തലൈവരുടെ പിന്നാലെ ഫോളോ ചെയ്തു വരും. എന്നാൽ തലൈവർ കാറിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴേക്കും അതിലൊരുത്തൻ തലൈവരെ തടയും. തലൈവർ അവന്റെ തല വെട്ടി ദൂരേക്ക് എറിയും. എന്നാൽ പിന്നാലെ വന്നവൻ മറ്റവൻ മരിച്ചത് കണ്ട് പേടിക്കും. ഇതെല്ലാം തലൈവരുടെ ഒരു പ്ലാനിംഗ് ആയിരുന്നു. അവനെയും അവിടെ വെച്ച് തന്നെ കുത്തിക്കൊല്ലും. എന്നാൽ അടുത്ത ദിവസം രാവിലെ തലൈവരുടെ വൈഫ് വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ പേടിച്ച് തലൈവർ വീടിന് മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. മകൻ മരിച്ച ശേഷം തനിക്ക് എന്തോ പേടി പോലെയാണ്, തന്നെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് വൈഫിനോട് തലൈവർ പറയും. അങ്ങനെ മരുമകളും വൈഫും കൂടി തലൈവരെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. ഇയാളെ കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല, ഞാനൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ എന്ന് സൈക്കാട്രിസ്റ്റ് പറയും. എന്നാൽ തലൈവർ അപ്പോൾ സൈക്കാട്രിസ്റ്റിനോട് പറയും, ഞാൻ 3 പേരെ കൊന്നിട്ടുണ്ട്, ഇനിയും കുറച്ച് പേരെ കൊല്ലാനുണ്ട്, അതുവരെ എന്റെ വൈഫിനെയും ഫാമിലിയെയും നിങ്ങൾ സേഫായി നോക്കണമെന്ന്. ഇത് കേട്ട് സൈക്കാട്രിസ്റ്റ് കിളി പോയിരിക്കും. അത് കഴിഞ്ഞ് സൈക്കാട്രിസ്റ്റ് തലൈവരുടെ ഫാമിലിയെ വിളിച്ച് തലൈവരയുടെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നിങ്ങളും കൂടെ നിൽക്കണമെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ തലൈവരെ കാണാതെ തലൈവരുടെ വൈഫ് വിളിച്ചിട്ട് നിങ്ങൾ എവിടെയാണ്, കാണാനില്ലല്ലോ എന്ന് പറയും. എന്നാൽ ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്, പക്ഷേ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും. വൈഫ് ഉടനെ തന്നെ ഫോൺ കൊണ്ട് ഡോക്ടറിന് കൊടുക്കും. തലൈവർ ഡോക്ടറിനോട് പറയും, ഞാൻ ബാംഗ്ലൂർ വരെ പോവുകയാണ്, തിരിച്ചു വരുന്നവരെ എന്റെ ഫാമിലി അവിടെ സേഫ് ആയിരിക്കണമെന്ന് പറയും. തലൈവർ ബാംഗ്ലൂരിലെ തന്റെ ഫ്രണ്ടിനെ കാണാനായി എത്തുമ്പോൾ അവിടെ കാവൽ നിൽക്കുന്നവൻ അങ്ങനെയൊന്നും സീനു അണ്ണാമായി കാണാൻ പറ്റില്ല എന്ന് പറയും. അപ്പോഴേക്കും സീനു അണ്ണ അങ്ങോട്ടേക്ക് വന്ന് നീ ആരെയാ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ എന്ന് അവനോട് ചോദിക്കും. അതിനുശേഷം തലൈവർ സീനു അണ്ണാവോട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. എനിക്കിപ്പോൾ നിന്റെ കൂട്ടത്തിലുള്ള 4 ഷാർപ്പ് ഷൂട്ടേഴ്സിനെ വേണമെന്ന് പറയും. സീനു അണ്ണ തന്നോടൊപ്പം ഉണ്ടായിരുന്ന 4 ഷാർപ്പ് ഷൂട്ടേഴ്സിനെ തലൈവരോടൊപ്പം പറഞ്ഞയക്കും. എന്നാൽ ഇതേ സമയം തലൈവരുടെ ആള് വർമ്മൻ വിഗ്രഹം കടത്തുന്ന ലോറിയുടെ അടിയിൽ ഒരു കൊളുത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും. അങ്ങനെ ആ വിഗ്രഹങ്ങളും കൊണ്ടുവരുന്ന ലോറിയിലെ ഡ്രൈവർ തലൈവർ റോഡിലൂടെ സ്റ്റൈലായി തനിക്ക് നേരെ നടന്നു വരുന്നത് കാണും. അവൻ ലോറിയുടെ വേഗത കൂട്ടും. എന്നാൽ അപ്പോഴേക്കും ആ ലോറിയിൽ ഘടിപ്പിച്ച കൊളുത്ത് ലോക്കായി തലൈവരുടെ മുന്നിൽ കുത്തനെ മറിയും. എന്നാൽ ഇതേ സമയം തലൈവരുടെ ഫാമിലി എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ വർമ്മൻ ഹോസ്പിറ്റലിലേക്ക് വരും. എന്നിട്ട് തലൈവരെ വിളിച്ച് നിന്റെ ഫാമിലിയെ ഞാൻ കൊല്ലാൻ പോവുകയാണ് എന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ആ ലോറിയിൽ നിന്ന് കിട്ടിയ വിഗ്രഹം തലൈവർ വർമ്മന് കാണിച്ചു കൊടുത്തു. ഇത് മാത്രമല്ല, നിന്റെ എല്ലാ ബിസിനസ്സും ഞാൻ തകർക്കുമെന്ന് പറയും. എന്നാൽ അപ്പോൾ വർമ്മൻ ചിരിച്ചുകൊണ്ട് തലൈവരോട് പറയും, എങ്കിൽ നമുക്ക് കോംപ്രമൈസ് ആക്കാമെന്ന്. കോംപ്രമൈസ് ആക്കണമെങ്കിൽ നീ എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും 10 രൂപ ഫിക്ഷ ചോദിച്ച് ആ പൈസ എന്റെ അടുത്ത് കൊണ്ടു തരുമ്പോൾ കോംപ്രമൈസ് ആകുമെന്ന്. ഗതിയില്ലാതെ വർമ്മൻ ഫിക്ഷ ചോദിച്ച് പൈസ വാങ്ങും. അങ്ങനെ ആ ഫിക്ഷ ചോദിച്ചു കിട്ടിയ പൈസയും കൊണ്ട് വർമ്മൻ തലൈവരെ കാണാൻ വരും. അതിനുശേഷം ആ പണം തലൈവർക്ക് കൊടുത്തിട്ട് ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ കാര്യത്തിൽ ഞാനും എന്റെ കാര്യത്തിൽ നിങ്ങളും ഇടപെടാൻ വരരുത് എന്ന് പറഞ്ഞ് കോംപ്രമൈസ് ആക്കി വർമ്മൻ അവിടെ നിന്ന് പോകും. തിരിച്ച് നാട്ടിലെ ഹോസ്പിറ്റലിലെത്തി ഫാമിലിയെയും കൂട്ടി തലൈവർ വീട്ടിലേക്ക് പോകും. എന്നാൽ വർമ്മൻ തലൈവരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കും. വീട്ടിലെത്തി തലൈവർ അന്ന് രാത്രി മഴയായിട്ട് കൂടി ജനലെല്ലാം തുറന്നിട്ട ശേഷം കിടന്നുറങ്ങുകയായിരുന്ന തന്റെ വൈഫിനെയും മരുമകളെയും വിളിക്കും. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ മുന്നോട്ടെടുത്ത് വെച്ചു, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുമെന്ന് പറയും. നമ്മുടെ മകനെ കൊന്നവനെ ഞാൻ കൊന്നു, അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കാൻ വന്നവനെയും ഞാൻ കൊന്നു, ഇനി ചിലപ്പോൾ കുറച്ചുപേരെ കൂടി കൊല്ലേണ്ടി വരും. ഇതൊക്കെ കേട്ട് അവർ 2 പേര് പേടിക്കും. അപ്പോഴേക്കും തലൈവരെയും ഫാമിലിയെയും കൊല്ലാനായി ആ ഗുണ്ടകൾ അവിടെ എത്തിയിരുന്നു. ഇവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഈ കസേരയിൽ നിന്ന് എണീക്കരുതെന്ന് തലൈവർ കൂളായി അവരോട് പറയും. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കതവും പൊളിച്ച് അങ്ങോട്ടേക്ക് വന്ന ഗുണ്ടയെ തലൈവരുടെ സ്നൈപ്പേഴ്സ് ദൂരെ മാറി നിന്ന് വെടിവെച്ച് കൊന്നു. അവന്റെ ബ്ലഡ് വൈഫിന്റെയും മരുമകളുടെയും മുഖത്തേക്ക് തെറിച്ചപ്പോൾ ഇതുകൊണ്ട് തുടച്ചോളൂ എന്നും പറഞ്ഞ് തലൈവർ ടിഷ്യൂ പേപ്പർ എടുത്ത് അവർക്ക് കൊടുത്തു. വീണ്ടും അകത്തോട്ട് വന്നവനെയും വെടിവെച്ച് കൊന്നു. അവർ തെറിച്ച് വൈഫിന്റെയും മരുമകളുടെയും മടിയിലേക്ക് വീണു. ചെറുതായൊന്ന് പുഷ് ചെയ്താൽ ആ ബോഡി താഴേക്ക് വീണോളുമെന്ന് തലൈവർ കൂളായി പറയും. അപ്പോഴേക്കും ഒരുത്തൻ ആ വീടിന്റെ മെയിൻ സ്വിച്ച് ഓഫാക്കിയ ശേഷം തലൈവരെ ബേക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യും. എന്നാൽ തലൈവർ അവന്റെ കൈ പിടിച്ച് മുന്നോട്ടേക്ക് എറിഞ്ഞ ശേഷം അവന്റെ കഴുത്തിലേക്ക് കത്തി കുത്തി ഇറക്കും. ഇതേ സമയം വർമ്മൻ ഒഡീഷയിലുള്ള തന്റെ കൂട്ടുകാരനെ വിളിച്ച ശേഷം നീ എനിക്ക് എന്ത് കിഴങ്ങന്മാരെ ഇങ്ങോട്ടേക്ക് അയച്ചു തന്നത്, അവന്മാരെല്ലാം ഒരുത്തൻ കൊന്നു കളഞ്ഞു എന്ന് പറയും. ഞാൻ അതുകൊണ്ട് പണി അറിയാവുന്ന വേറെ കുറച്ച് ആളുകളെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
എന്നാൽ എന്റെ ആളുകൾക്ക് പണി അറിയാത്തത് കൊണ്ടല്ല, നീ മുട്ടിയത് ജയിലറുമായിട്ടാണെന്ന്. 15 വർഷങ്ങൾക്ക് മുമ്പ് തീഹാർ ജയിലിൽ ഒരു കൂട്ടാടി നടക്കുകയാണ്. എന്നാൽ അവിടേക്ക് ജയിലർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവരെല്ലാവരും അസംബിൾ ആവും. എന്നാൽ ഒരുത്തന്റെ ചെവി മുറിഞ്ഞിരിക്കുന്നത് കണ്ട് നീയാണോ ഇവിടെ അടിയുണ്ടാക്കിയത്? നിനക്ക് 5 ദിവസം ആഹാരമില്ല എന്ന് പറയുമ്പോൾ അവന്റെ നേതാവായ ഗുണ്ടാത്തലവൻ പറയും, ഇതൊന്നും ജയിൽ റൂൾസിൽ ഇല്ലല്ലോ സാറെന്ന്. ജയിലർ അവിടേക്ക് ചെന്ന് അവന്റെ ചെവി അറുത്ത് കളയും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ജയിലറോട് പറയും, നീ കൂടുതൽ കളിച്ചാൽ നിന്റെ ഫാമിലിയെ ഞാൻ കത്തിച്ചു കളയുമെന്ന്. എങ്കിൽ നീ കത്തിക്കടാ എന്നും പറഞ്ഞ് ജയിലറിന്റെ ഫോൺ അവന് കൊടുക്കും. അവൻ ഉടനെ തന്നെ തന്റെ ശിങ്കടികളെ വിളിച്ച് ജയിലറിന്റെ ഫാമിലിയെ കൊല്ലാനായി അവിടേക്ക് പറഞ്ഞയക്കും. എന്നാൽ അപ്പോഴേക്കും ജയിലറിന്റെ ആൾ അവിടെ എത്തി അവന്റെ വണ്ടി സ്പോട്ടിൽ തന്നെ കത്തിച്ചു കളയും. അതിനുശേഷം നീ ഇപ്പോൾ വിളിച്ചിട്ടുള്ള ആളുകൾ പോലും നിനക്ക് വേണ്ടിയല്ല, അവന് വേണ്ടിയാണ് വന്നിട്ടുള്ളതെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ജയിലർ അങ്ങോട്ടേക്ക് വരും. വർമ്മൻ ജയിലറെ കൊല്ലാനായി വിളിച്ചു വരുത്തിയ ആൾക്കാരെല്ലാം ജയിലർക്ക് വേണ്ടി വന്നതായിരുന്നു. ജയിലർ വന്ന ഉടനെ തന്നെ വർമ്മനെ ചവിട്ടി താഴേക്കിടും. അതിനുശേഷം അവനെ കൊല്ലാനായി ഒരുങ്ങും. എന്നാൽ വർമ്മൻ തലവരുടെ മകനെ വീഡിയോ കോൾ വിളിച്ച ശേഷം അവൻ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറയും. ഇനി നമുക്ക് ഇരുന്ന് ഡീൽ സംസാരിക്കാമെന്ന് ജയിലറോട് വർമ്മൻ പറയും. എന്നാൽ നിന്റെ മകനെ ഞാൻ തിരിച്ചു തരണമെങ്കിൽ ആന്ധ്രയിലെ ഒരു അമ്പലത്തിൽ ശിവജി കൊടുത്ത ഒരു കിരീടമുണ്ട്, അത് നീ എനിക്ക് കൊണ്ടു തരണമെന്ന് പറയും. ജയിലർ അങ്ങനെ തന്റെ മകനെ രക്ഷിക്കാനായി അത് എടുത്തു കൊടുക്കാമെന്ന് സമ്മതിക്കും. അങ്ങനെ ക്രൗണിനെ പറ്റി അറിയാവുന്ന ഒരുത്തന്റെ അടുത്തേക്ക് ജയിലർ ചെല്ലും. എന്നാൽ ആ ക്രൗൺ കാണാൻ അധികാരമുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് സച്ചിൻ ടെണ്ടുൽക്കർ, ബ്ലാസ്റ്റ് മോഹൻ എന്ന് പേരുള്ള ഒരുത്തൻ. അവന്റെ പാരമ്പര്യ സ്വത്താണ് ഈ ക്രൗൺ എന്ന് ജയിലറോട് അയാൾ പറയും. എന്നാൽ ഇതേ സമയം ബ്ലാസ്റ്റ് മോഹൻ താൻ അഭിനയിച്ച സിനിമയെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ഇട്ടവനെ മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജയിലർ വർമ്മനെ വിളിച്ച് ആ ക്രൗൺ എടുക്കാൻ 3 മാസം ടൈം എനിക്ക് വേണമെന്ന് പറയും. ടൈമൊക്കെ എത്ര വേണമെങ്കിലും നീ എടുത്തോ, പക്ഷേ എന്റെ 2 പേർ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയും. ഇതേ സമയം ജയിലറുടെ ആൾ ബ്ലാസ്റ്റ് മോഹനെ കുറിച്ച് അന്വേഷിച്ച ശേഷം ബ്ലാസ്റ്റ് മോഹന് സിനിമാ നടി തമന്നയെ ഇഷ്ടമാണ്. ബ്ലാസ്റ്റ് മോഹൻ തമന്നയ്ക്ക് മേടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് ആ ഡയറക്ടറാണ്. എന്നാൽ ഡയറക്ടർ തമന്നയോട് പറഞ്ഞിരിക്കുന്നത് താനാണ് ഈ ഗിഫ്റ്റൊക്കെ മേടിച്ചു തരുന്നതെന്നാണ്. അപ്പോഴേക്കും വർമ്മൻ അയച്ച 2 ആളുകൾ ജയിലറുടെ അടുത്തേക്ക് വന്നിരുന്നു. വർമ്മൻ അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവന്മാരുടെ പ്ലാനിങ് എല്ലാം ക്ലിയറായി പോകുന്നുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കൺഫ്യൂഷൻ ആക്കരുത് എന്ന് വർമ്മനോട് അവർ പറയും. എന്നാൽ അപ്പോഴേക്കും ബ്ലാസ്റ്റ് മോഹൻ തമന്നയ്ക്കായി മേടിച്ച 3 കോടി രൂപയുടെ റിങ് ഡയറക്ടറിന്റെ കയ്യിൽ കൊടുത്തു വീഴും. ഡയറക്ടർ അത് താനാണ് മേടിച്ചു തന്നതെന്നും പറഞ്ഞ് തമന്നയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ ഡയറക്ടർ ഒരു ലിബാമ കൊണ്ടുപോയി ബ്ലാസ്റ്റ് മോഹന് കൊടുത്ത ശേഷം പറയും, ഇത് തമന്ന നിങ്ങൾക്കായി തന്നയച്ചതാണെന്ന്. അങ്ങനെ തമന്നയ്ക്ക് ഡയറക്ടറോട് ഇഷ്ടമാവും. അങ്ങനെ രാത്രി ഡയറക്ടറുടെ മുറിയിലേക്ക് പോകാനൊരുങ്ങുകയാണ് തമന്ന. എന്നാൽ അയാളുള്ള ഫ്ലോറിലേക്ക് എത്തുന്ന തമന്ന ഞാനിവിടെ എത്തി, ഡോർ ഓപ്പൺ ആക്കാൻ അയാളോട് ഫോൺ വിളിച്ച് പറയും. എന്നാൽ അപ്പോഴാണ് ജയിലറുടെ ആൾക്കാരുടെ റൂമിന്റെ ഡോർ ഓപ്പൺ ആയി കിടക്കുന്നത് തമന്ന കാണുന്നത്. തമന്ന ഡയറക്ടറെ വിളിച്ച് ഇവിടെ ഒരു റൂമിന്റെ ഡോർ ഓപ്പൺ ആണ്, അവരെ കൊണ്ട് അത് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യിപ്പിക്കണമെന്ന് പറയും. അപ്പോഴേക്കും ഡയറക്ടർ പുറത്തേക്ക് വന്ന് നിങ്ങൾ എന്തിനാ ഈ ഡോർ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നതെന്ന് അവരോട് ചോദിക്കും. എന്നാൽ അവർ ഡയറക്ടറെയും പിടിച്ചുകൊണ്ട് ജയിലറുടെ അടുത്തേക്ക് വരും. ഞാൻ പറയുന്ന ഒരു സാധനം നീ ബ്ലാസ്റ്റ് മോഹനെ കൊണ്ട് ചെയ്യിക്കണം, ഇല്ല എങ്കിൽ നീയും തമന്നയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് ഞാൻ ആ സൈക്കോ ബ്ലാസ്റ്റ് മോഹനോട് പറയും. അവനത് അറിയുകയാണെങ്കിൽ നിന്നെ കൊന്നു കളയുമെന്നത് കൺഫേം ആണ് എന്ന് ജയിലർ പറയും. അടുത്ത ദിവസം ഡയറക്ടർ ബ്ലാസ്റ്റ് മോഹന്റെ അടുത്ത് ചെന്ന ശേഷം നമ്മുടെ സിനിമയുടെ ആവശ്യത്തിന് ആ ക്രൗൺ ഒന്ന് കാണണം, അതിന് നിങ്ങൾ എനിക്ക് കൺസേൺ തരുകയാണെങ്കിൽ എനിക്കത് പോയി കാണാമായിരുന്നു എന്ന് പറയും. അടുത്ത ദിവസം തന്നെ ബ്ലാസ്റ്റ് മോഹന്റെ കൺസേണും കൊണ്ടുപോയി ഡയറക്ടറും ഡയറക്ടറോടൊപ്പം ഉണ്ടായിരുന്ന ജയിലറുടെ ആളും ആ ക്രൗൺ പോയി കാണും. അത് കഴിഞ്ഞ് വർമ്മന്റെ ആളുകൾ വർമ്മനെ വിളിച്ചു പറയും, ഞങ്ങൾ ഇന്ന് ആ ക്രൗൺ കണ്ടു, അത് ഉടനെ തന്നെ പൊക്കാനാണ് ജയിലറുടെ പ്ലാൻ എന്ന്. എന്നാൽ ഇതേ സമയം മുംബൈയിലെ ഒരു ബെഡ ഡോൺ തന്നെ ബിസിനസ്സിൽ ചതിച്ച 3 പേരെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഡോൺ അങ്ങോട്ടേക്ക് വന്ന് എന്താ മോനെ സുഖമല്ലേ എന്ന് ചോദിച്ച് പുഞ്ചിരിച്ച് കയ്യിലുള്ള ബാറ്റ് കൊണ്ട് അവന്റെ തലയടിച്ച് പൊട്ടിക്കും. അപ്പോൾ ഒരുത്തൻ അങ്ങോട്ടേക്ക് വന്ന് സാറിനെ കാണാൻ സാറിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയും. ഡോണിനെ കാണാനായി ജയിലർ അപ്പോൾ അങ്ങോട്ടേക്ക് വരും. ജയിലറും ഡോണും അടുത്ത ഫ്രണ്ട്സ് ആണ്. ആ ക്രൗണിനെ പറ്റി ഡോണിനോട് പറയുമ്പോൾ അത് മോഷ്ടിക്കാമെന്നുള്ള പ്ലാൻ വിട്ടേക്ക്, അത് വളരെ ഡേഞ്ചറസ് ആണെന്ന്. വേണമെങ്കിൽ ആ വർമ്മനെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നുതരാമെന്ന് പറഞ്ഞ് വർമ്മനുള്ള സ്ഥലത്തെ ലൈവ് വീഡിയോ ഡോൺ ജയിലർക്ക് കാണിച്ചു കൊടുക്കും. എന്നാൽ അതൊന്നും വേണ്ട, എന്റെ മകൻ അവന്റെ കയ്യിലാണ് എന്ന് ജയിലർ ഡോണിനോട് പറയും. ഡോൺ ജയിലർക്ക് ആവശ്യമായ ആയുധങ്ങളെല്ലാം കൊടുത്തായി. എന്നാൽ ഇതേ സമയം ജയിലർ പറഞ്ഞതനുസരിച്ച് ഡയറക്ടർ ബ്ലാസ്റ്റ് മോഹനെ കൊണ്ട് ഒരു ടെമ്പിളിൽ നിന്നും സ്വർണം മോഷ്ടിക്കുന്ന സീനാണ്. അത് വളരെയധികം വെറൈറ്റി ആയിരിക്കുമെന്നും പറഞ്ഞ് ബ്ലാസ്റ്റ് മോഹനെ കൊണ്ട് ഷൂട്ട് ചെയ്തെടുപ്പിക്കും. അതിനുശേഷം ജയിലറുടെ ആളുകൾ ഒരുത്തന് പൈസ കൊടുത്ത് ബ്ലാസ്റ്റ് മോഹൻ ക്രൗൺ മോഷ്ടിക്കുന്നു എന്നും പറഞ്ഞ് ആ വീഡിയോ ടെമ്പിളിന്റെ CCTV ക്യാമറയിൽ ഉൾപ്പെടുത്തും. അടുത്ത ദിവസം തന്നെ CBI ഓഫീസേഴ്സ് ബ്ലാസ്റ്റ് മോഹന്റെ വീട്ടിലെത്തി മര്യാദയ്ക്ക് ആ ക്രൗൺ അവിടെ കൊണ്ട് വെച്ചേക്കാൻ പറയും. എന്നാൽ ഞാനത് മോഷ്ടിച്ചിട്ടൊന്നുമില്ല, ഇത് സിനിമയുടെ ആവശ്യത്തിനെടുത്ത ഫുട്ടേജ് ആണ് എന്ന്
ബ്ലാസ്റ്റ് മോഹൻ ഓഫീസേഴ്സിനോട് പറയും. എന്നാൽ അടുത്ത ദിവസം ആ ടെമ്പിളിലുള്ള ക്രൗൺ ഒറിജിനൽ ആണോ എന്ന് അറിയാനായി ടെസ്റ്റിങ്ങിനായി മുംബൈയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ജയിലറുടെ ആൾക്കാർ അവരുടെ വണ്ടിയെ ആക്രമിക്കുമെങ്കിലും അതിലുണ്ടായിരുന്ന പട്ടാളക്കാർ ജയിലറുടെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലും. അപ്പോഴേക്കും ജയിലർ ഒരു ജീപ്പുമായി വന്ന് അവിടെയുള്ള പട്ടാളക്കാരെ എല്ലാം വെടിവെക്കും. അപ്പോഴേക്കും പട്ടാളക്കാർ ഒരു ബോംബ് എടുത്ത് ആ വണ്ടിയുടെ അടിയിലേക്ക് ഇടും. വണ്ടി മറിയുമ്പോഴേക്കും ജയിലർ തന്റെ ഗണ്ണും എടുത്ത് സ്റ്റൈലായി റോഡിലേക്ക് ഇറങ്ങി വന്ന് ബാക്കിയുള്ള പട്ടാളക്കാരെ എല്ലാം വെടിവെച്ച് കൊല്ലും. അതിനുശേഷം ജയിലർ ആ ക്രൗൺ വെച്ചിട്ടുള്ള വണ്ടിയിലേക്ക് വന്ന് ക്രൗൺ എടുത്ത ശേഷം വർമ്മനെ വിളിച്ച് പറയും, ഞാൻ ക്രൗൺ എടുത്ത് നിന്റെ ആൾക്കാരുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. ക്രൗൺ അവിടെ കിട്ടിയാൽ ഉടനെ തന്നെ എന്റെ മകൻ എത്രയും വേഗം എന്റെ അടുത്ത് വരണമെന്ന് പറയും. ക്രൗണും കൊണ്ട് വർമ്മന്റെ കൂട്ടുകാർ വർമ്മന്റെ അടുത്തേക്ക് പോകും. എന്നാൽ ക്രൗണും കൊണ്ട് വർമ്മന്റെ കൂട്ടുകാരെ പോയ ശേഷം വെടികൊണ്ട് കിടന്ന ഓരോരുത്തരായി എണീക്കാൻ തുടങ്ങും. ഇതെല്ലാം തന്റെ കൂടെ ഉണ്ടായിരുന്ന വർമ്മന്റെ ആളുകളെ പറ്റിക്കാനുള്ള ജയിലറുടെ അടവായിരുന്നു. അങ്ങനെ തന്റെ അടുത്തെത്തിയത് ഫേക്ക് ക്രൗൺ ആണെന്ന് അറിയാതെ വർമ്മൻ ആ ക്രൗണും നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ജയിലറുടെ മകനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരും. വർമ്മൻ അവനോട് പറയും, നിന്റെ അച്ഛൻ കില്ലാടിയാണ്, ഇനി നീ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാൻ പറയും. എന്നാൽ അപ്പോഴേക്കും ജയിലറുടെ മകൻ അർജുൻ പറയും, ഞാൻ ഈ 4 വർഷം കാത്തിരുന്ന് നിന്നെ കണ്ടുപിടിച്ചത് നിന്നെ ജയിലിലാക്കാൻ വേണ്ടിയല്ല, നിന്നോടൊപ്പം പാർട്ണർഷിപ്പ് ചേരാൻ വേണ്ടിയാണ്. ഈ ക്രൗൺ എന്റെ അച്ഛൻ നിനക്ക് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനും അയാൾ പ്ലാൻ ഇട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് നീ എനിക്ക് ഇതിന്റെ പകുതി വിഹിതം തരികയാണെങ്കിൽ നമുക്ക് ഈ ഡീൽ സേഫായി എക്സിക്യൂട്ട് ചെയ്യാമെന്ന് അർജുൻ പറയും. ഇത് വർമ്മന് സമ്മതിക്കും. എന്നാൽ ആ ഫേക്ക് ക്രൗണിന്റെ അകത്ത് ഒരു ക്യാമറ ജയിലർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അയാൾ ലൈവായി മറ്റൊരിടത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു. തന്റെ മോൻ പണത്തിന് വേണ്ടി തന്നെ ചതിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ജയിലർ വിഷമം കൊണ്ട് പൊട്ടിച്ചിരിക്കും. എന്നാൽ ഇതൊന്നും അറിയാതെ തിരികെ വീട്ടിലേക്ക് വരുന്ന ജയിലറുടെ മകൻ, നമുക്ക് ഉടനെ തന്നെ നാട്ടിലേക്ക് പോകാൻ വെച്ചാ എന്ന് ജയിലറോട് പറയും. എന്നാൽ ഉടനെ തന്നെ പോകാൻ കഴിയില്ല, നിന്റെ DGPയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. വർമ്മനെയും കൂട്ടാളികളെയും അവന്റെ ബിസിനസ് എല്ലാം തകർത്തിട്ട് വേണം നമുക്ക് നാളെ ഇവിടെ നിന്ന് പോകാനെന്ന് പറയും. എന്നാൽ ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അർജുൻ റൂമിലേക്ക് പോകുമ്പോൾ ജയിലർ ചോദിക്കും, മോന് പപ്പയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഇല്ല എന്ന് അവൻ പറയും. എന്നാൽ ഇതേ സമയം ആ ക്രൗൺ ചെക്ക് ചെയ്യുന്ന വർമ്മൻ ജയിലർ തന്നെ ഫേക്ക് ക്രൗൺ തന്ന് പറ്റിച്ചു എന്ന് മനസ്സിലാക്കും. എന്നാൽ കുറച്ചു കഴിഞ്ഞ് അർജുൻ ജയിലറുടെ അടുത്ത് വന്ന് പറയും, ഞാൻ ഈ കേസിന് പിന്നാലെ 4 വർഷമായി അലയുകയാണ്. പപ്പ വർമ്മനെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ വലിയ വിലയൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അവനെ പിടിച്ചോളാമെന്ന് പറയും. അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ജയിലർ അവന്റെ കയ്യിൽ സേഫ്റ്റിക്കായി ഒരു തോക്ക് കൊടുക്കും. അർജുൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരവും ജയിലർ അവനോട് ചോദിക്കും, മോനെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഇല്ല എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അവിടെ നിന്ന് നേരെ വർമ്മന്റെ അടുത്തെത്തിയ അർജുൻ വർമ്മനോട് പറയും, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, പപ്പ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. എന്നാൽ നിന്റെ പപ്പ എന്നെയും നിന്നെയും എല്ലാവരെയും ഒരു ഫേക്ക് ക്രൗൺ തന്ന് പറ്റിക്കുകയായിരുന്നു എന്ന് അർജുനോട് പറയും. ആ ഫേക്ക് ക്രൗണിനകത്ത് ഒരു ക്യാമറയും ഉണ്ടായിരുന്നു, നീ പറഞ്ഞതെല്ലാം നിന്റെ പപ്പ കേട്ടു എന്നും അർജുനോട് പറയും. അപ്പോൾ അർജുൻ വർമ്മനോട് പറയും, എങ്കിൽ നീ എന്റെ ഫാമിലിയെ കിഡ്നാപ്പ് ചെയ്യും, അത് പറഞ്ഞ് പപ്പയെ പേടിപ്പിച്ചാൽ നിന്നെ ഒന്നും ചെയ്യില്ല അല്ലേ. വർമ്മൻ അപ്പോൾ നിന്റെ ഫാമിലിയൊക്കെ ഞാൻ ഓൾറെഡി കിഡ്നാപ്പ് ചെയ്തു, ഇനി നിന്റെ അച്ഛൻ എന്നെ ചതിച്ചതിന് പകരമായി നിന്നെ കൊല്ലുക കൂടി ചെയ്താൽ എല്ലാം ഓക്കെ ആകുമെന്നും പറഞ്ഞ് വർമ്മൻ അർജുനെ അടിക്കാനായി ഒരു ഹാമർ എടുക്കും. എന്നാൽ അപ്പോഴേക്കും ജയിലറുടെ ആളുകൾ ഒരു JCB ഉപയോഗിച്ച് വർമ്മന്റെ അണ്ടർഗ്രൗണ്ട് ഗോഡൌൺ അടിച്ചു തകർത്ത് ജയിലർ താഴേക്ക് വരും. ജയിലറുടെ കൂടെ ഉണ്ടായിരുന്ന സ്നൈപ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വെടിവെച്ച് കൊല്ലും. അപ്പോഴേക്കും ജയിലർ നിന്റെ ഫാമിലി ഇപ്പോൾ എന്റെ കയ്യിലാണ് എന്നും പറഞ്ഞ് ജയിലറെ പേടിപ്പിക്കും. എന്നാൽ അപ്പോഴേക്കും സീനു വന്ന ജയിലറുടെ വീട്ടിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന 2 പേരെയും എടുത്തിട്ട് പെരുമാറി ജയിലറുടെ ഫാമിലിയെ രക്ഷിക്കും. എന്നാൽ ഇതേ സമയം അവിടെ നിന്ന് വിഗ്രഹങ്ങളും കടത്തിക്കൊണ്ട് പോകുകയായിരുന്ന വർമ്മന്റെ കണ്ടെയ്നറുകൾ ആ ബെഡ ഡോൺ ട്രാക്ക് ചെയ്ത് എല്ലാം നശിപ്പിച്ച് കളിച്ചു. അങ്ങനെ 3 സ്ഥലങ്ങളിലായി 3 പേരും വർമ്മന്റെ എല്ലാ പ്ലാനുകളും തകർക്കും. എന്നിട്ട് ജയിലർ വർമ്മനെ ചവിട്ടി താഴേക്ക് ഇട്ട ശേഷം ആ ആസിഡ് ടാങ്കിലേക്ക് വർമ്മനെ കെട്ടി താഴ്ത്തി കൊല്ലും. വർമ്മനെ കൊന്ന ശേഷം ജയിലർ തന്റെ മകനെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് വന്ന ശേഷം ചോദിക്കും, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന്. എന്നാൽ ഞാൻ ചെയ്തത് പപ്പയ്ക്കും കൂടെ വേണ്ടിയാണ്, നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന്. എന്നാൽ അപ്പോഴേക്കും ജയിലർ പറയും, നീ ചെയ്ത തെറ്റുകളെല്ലാം DGPയോട് ഏറ്റുപറഞ്ഞ് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങണമെന്ന്. അതൊന്നും കഴിയില്ല എന്നും പറഞ്ഞ് തന്റെ കയ്യിൽ ജയിലർ തന്നെ കൊടുത്ത ഗണ്ണെടുത്ത് ജയിലറെ അർജുൻ വെടിവെക്കാനായി ഒരുങ്ങുമ്പോൾ ദൂരെ നിന്ന് സ്നൈപ്പേഴ്സ് അർജുനെ വെടിവെച്ച് കൊല്ലും. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.